ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഗോഷ്ഠി കാണിക്കുകയാണ്. രുക്മിണിയെ കണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാണുന്നവരൊക്കെ രുക്മിണിയെ കണ്ട് വീഴുന്നു. രുക്മിണിക്ക് മനസ്സിലായി ചുറ്റും പലരും വീഴുന്നുണ്ട്, ഈ കൂട്ടത്തിൽ എവിടെയോ കൃഷ്ണനുണ്ട്, ആ ഭാഗത്താണ് ഏറെക്കുറെയൊക്കെ നിശ്ചയുണ്ട്. പക്ഷേ ശരിക്കും കണ്ടിട്ടില്ല, ഒന്ന് നോക്കണ്ടേ. അതിനുവേണ്ടി രുക്മിണി ഒരു ഉപായം കണ്ടു. കല്യാണ ദിവസമൊക്കെ തലവെടുത്ത് നോക്കുന്നത് ശരിയല്ല. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഉത്സാര്യ വാമകരജൈഹി അളകാൻ അപാംഗൈഹി, തൻ്റെ ആ അളീകാളകം സൗന്ദര്യ ലക്ഷണമായിട്ട് പറയും. ഈ കണ്ണിന് തടസ്സമായിട്ട് ചുരുണ്ട മുടി ഇങ്ങനെ വന്ന് നിൽക്കുക. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ, അവിടെ മാത്രം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കി. അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടെങ്കിൽ അത് സൗന്ദര്യ ലക്ഷണമായിട്ടാണ് പറയുക. അതങ്ങനെ വന്ന് കണ്ണിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തടസ്സമായിട്ട് നിൽക്കും. അത് മാറ്റുക എന്നുള്ള വ്യാജേന വിരലങ്ങോട്ട് കയ്യങ്ങോട്ട് വെച്ചവർ മറയായല്ലോ. അപ്പോൾ ആ വിരലുകളുടെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുക നോക്കാം. അങ്ങനെ ദൂരത്തുള്ള ഭഗവാൻ ആര് കണ്ടു? ഉത്സാര്യ വാമകരജൈഹി അളകാൻ അപാംഗൈഹി പ്രാപ്താൻ ഹ്രിയൈക്ഷത നൃപാൻ ദദൃശേ അച്യുതം സാ. ആരെ കണ്ടു? അച്യുതനെ കണ്ടു എന്നാണ്, കൃഷ്ണനെ കണ്ടു എന്നല്ല. അച്യുതൻ എന്ന് പറഞ്ഞാൽ ചുതിയില്ലാത്തവൻ, വീഴാത്തവൻ. ബാക്കിയുള്ളവരൊക്കെ പട്ടപ്പട്ടായി പറഞ്ഞ് വീണുകൊണ്ടിരിക്കുക. വീഴാത്തൊരൊറ്റയാളേ ഉള്ളൂ, അയാളെയാണ് പിടിക്കേണ്ടത്. ഭഗവാൻ ആ നോട്ടം കണ്ട് കിട്ടിയപ്പോഴേക്കും ഓ ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ തേര് തെളിച്ച് വന്നു. കൊനു ഗമിഷ്യസി ചന്ദ്രമുഖി, നീ എങ്ങോട്ടായി പോണത് എന്നും പറഞ്ഞ രുക്മിണിയെ വിലങ്ങനെ കണ്ടെടുത്ത് തേരിലിട്ടാര് കൊണ്ടുപോയി? ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോഴേക്ക് ഈ വാർത്ത ആരറിഞ്ഞു? അവിടെ രുക്മിണി അറിഞ്ഞില്ലേ? ദേഷ്യം കണ്ട് വർദ്ധിച്ചു, വിളക്ക് കത്തിച്ച് പ്രതിജ്ഞ എടുത്തു. ആ കൃഷ്ണനെ കൊന്നിട്ടേ ഞാൻ ഇനി വിദർഭയിലേക്ക് പ്രവേശിക്കുള്ളൂ, സത്യം സത്യം സത്യം. വിദർഭയിലുള്ളവർക്ക് സന്തോഷമായി, ഇനി ഇയാളെ ശല്യമില്ല. സന്തോഷമായി എന്തായാലും. കാരണം കൃഷ്ണനെ കൊന്നിട്ടേ, വേറെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. കൃഷ്ണനെ കൊന്നിട്ടേ പ്രവേശിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്. പിന്നെ അദ്ദേഹം വേറെ എവിടെയോ താമസിക്കേണ്ടായത്, ഇങ്ങോട്ട് പോകുന്നില്ലേ പിന്നെ. അപ്പോഴേക്കും ഈ വാർത്ത ആരറിഞ്ഞു? ശിശുപാലൻ അറിഞ്ഞു. എന്തൊരു വിഷമം. പിന്നെ ജരാസന്ധൻ പോയി സമാധാനിപ്പിച്ചു. സാരല്ലേ, വിഷമിക്കണ്ട, കൃഷ്ണൻ്റെ മുന്നിലല്ലേ തോറ്റത്, അതൊന്നും കുഴപ്പമില്ല. ഞാൻ 17 പ്രാവശ്യം തോറ്റു, എനിക്ക് വല്ല എളുപ്പമുണ്ടോ? അതൊക്കെ സ്വാഭാവിക, സാരല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. അവിടേക്ക് വന്നു ആര്? രുക്മി. ഈ വാർത്ത അറിഞ്ഞ് ഓടിച്ചെന്നു. ഭഗവാൻ പോണ സമയത്ത് വന്ന് വിലങ്ങനെ വണ്ടി നിർത്തി. രുക്മി കൃഷ്ണനെ കൊല്ലാനായിട്ട് ഒരുങ്ങി. ആ സമയത്ത് ഭഗവാൻ ആവനാഴി നമ്പെടുത്തു. അത് കണ്ട സമയത്ത് രുക്മിണിക്ക് സഹിച്ചില്ല. തൻ്റെ ഏട്ടനെ കൊല്ലാൻ പോവുകയാണേ. കാലക്കലം കണ്ട് വീണ്ടും പറയുകയാണ്, ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. ആദ്യമായിട്ട് രുക്മിണി മിണ്ടുന്നത് ആര് കേൾക്കുകയാണ്? ഇതുവരെ മിണ്ടിയിട്ടില്ല, ആദ്യമായിട്ട് സംസാരിക്കുക. എന്താ പറയണത്? ഏട്ടനാണ്, കൊല്ലരുതേ എന്ന് ദയനീയമായിട്ട് പറയണത് കേട്ടപ്പം ഭഗവാന് തോന്നി, ആദ്യമായിട്ടൊരു കാര്യം പറയല്ലേ, രണ്ടാമത്തെ പോട്ടെ, ആദ്യമായിട്ട് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ തന്നെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അത് കേട്ടേക്കാം എന്ന് ഭഗവാൻ കണക്കാക്കി. അസ്ത്രം എടുത്ത സ്ഥിതിക്ക് അത് വെറുതെ അവിടെ വയ്ക്കുന്നത് ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല. അത് അയച്ചു. പകുതി മീശ പോയി രുക്മിയുടെ, പകുതി താടി പുറത്ത് പോയി, പകുതി വസ്ത്രം പോയി. അദ്ദേഹത്തെ പിടിച്ചങ്ങട്ട് കെട്ടി ആ തേരിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിൽ. അപ്പോഴേക്കും അവിടേക്ക് ആരെത്തി? രാമേട്ടനെത്തി. കൃഷ്ണനെ കുറേ ചീത്തയും പറഞ്ഞു. ഇങ്ങനെയാണോ ചെയ്യുക? ആരത്? അളിയനല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഉണ്ണി ഉണ്ടായ ആ ഉണ്ണി ഇയാളെ നോക്കിയിട്ടല്ലേ അമ്മാമാന്ന് വിളിക്കുക. അതൊക്കെ ആലോചിക്കണ്ടേ? ഒരു ആലോചന ഇല്ലാണ്ട് പുറപ്പെട്ടാലോ? കുട്ടിയൊക്കെ പേടിച്ചു ഇറങ്ങിപ്പോവും ചിലപ്പം രുക്മിണി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇങ്ങനെയൊന്നല്ല വേണ്ടതെന്നൊക്കെ ആര്? ഏട്ടൻ്റെ വക ഉപദേശം. കൃഷ്ണൻ എന്തായാലും കൊന്നില്ല, നാളെ കൊല്ലുന്നുണ്ടാര്? ഇയാളെ കൊല്ലുന്നത് ബലരാമനാണ്. രസം. അങ്ങനെ കേമായിട്ട് ഉപദേശിക്കുകയും ചെയ്തു. രുക്മിണിയെ ആശ്വസിപ്പിച്ചു, നീ പേടിക്കണ്ട, അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കൃഷ്ണൻ്റെ എടുത്തുചാട്ടം കൂടുന്നേ ഉള്ളൂ, നല്ല സ്നേഹം കേട്ടോ, അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല, സ്വസ്ഥായിട്ടിരിക്കൂ, സ്വസ്ഥാഭവ ശുചിസ്മിതേ, സ്വസ്ഥായിട്ടിരിക്കൂ, ഒന്ന് പുഞ്ചിരിക്കൂ എല്ലാവരും ആണ്. ഇതാണ് രുക്മിണി, ഒന്ന് ചിരിക്കൂ, ശുചിസ്മിതേ. ചിരിക്കാനൊക്കെ ആരാ പറയപ്പം അല്ലേ? അങ്ങനെ ഏട്ടൻ്റെ റോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, സ്വസ്ഥമായിട്ടിരിക്കും എന്ന് പറയുകയാണ്. ചിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആരും പറയാറില്ല. ഫോട്ടോഗ്രാഫർ പിന്നെ ആത്മാർത്ഥമായിട്ട് പറയല്ല, ഫോട്ടോ നന്നായിക്കോട്ടെ പറയാം, അത്രയേ ഉള്ളൂ. പക്ഷെ അതാണ് ചിരിക്കുക വേണ്ടത്. അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും ഭഗവാനെ കിട്ടിയാൽ. ഇതാണ് ഭഗവാൻ പറഞ്ഞു. അത് കേട്ട് അവർ പുറപ്പെട്ടു. അവിടെ രാമേട്ടൻ അവിടെ കൂടിയിരിക്കുന്ന ആളോട് പറഞ്ഞു, അതെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ കത്തെടുത്തോളൂ, ചെറിയൊരു തിരുത്തുണ്ട്. അതിൽ ഓഡിറ്റോറിയത്തിൻ്റെ പേര് അതിൽ വിദർഭ എന്നാണ്, അല്ല മാറ്റി ദ്വാരകയിൽ വെച്ചിട്ടാണ്. പിന്നെ വരൻ്റെ പേര് അത് പറയാൻ വിട്ടു. അതാണ് അതിൽ കാണുന്നതാ, അതിൽ ശിശുപാലൻ എന്നാ കാണുക. അത് മുഴുവൻ മാറ്റണ്ട, ശീ മാറ്റി ഇത് പാന്നാക്കിയാൽ മതി. പശുപാലൻ എൻ്റെ അനിയൻ കൃഷ്ണൻ്റെ വേറൊരു പേരാണ്, അയാളാണ് വരൻ. അതുകൊണ്ട് വിവാഹം അവിടെ വെച്ച് നടക്കും ദ്വാരകയിൽ. ചോറ് കഴിക്കാൻ മോഹമുള്ളവർക്ക് വരിയായിട്ട് വരാം. ഇനി ചോര കഴിക്കാനാണ് മോഹമെങ്കിൽ എന്ന് പറഞ്ഞ കലപ്പ അങ്ങോട്ട് പൊന്തിച്ചു. അധികം പേർക്കും രുക്മിണി ആര് കഴിച്ചാൽ നമുക്ക് ഊണ് കഴിക്കണം, അല്ലാണ്ട് എന്താണത്? അവരൊക്കെ ഒരു വരിയായിട്ട് അങ്ങോട്ട് പോയി. അവരൊക്കെ അങ്ങോട്ട് ആ ദ്വാരകയ്ക്ക് പോയി ഭംഗിയിൽ ആ വിവാഹം അവിടെ വെച്ച് നടന്നു. വിധിവതുപയേ മേ കുരുദ്വഹ. ഇവിടെ വ്യാസർക്കൻ്റെ സമയമില്ലേ പറയാൻ.
കാരണം വിസ്തരിക്കാൻ നിന്നാൽ അതിനായിട്ടൊരു പുസ്തകം വേറെ വേണം. 7 ദിവസം ഭഗവാന്റെ വിവാഹം സപ്താഹമായിട്ട് നടത്താം. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഇനി പറഞ്ഞാൽ കൂടി പോവില്ലേ. വിധിവതുപയേമേ, വിധിയാമണ്ണം ഒരു കുറവുണ്ടായില്ല. വളരെ ഭംഗിയിൽ ഭഗവാന്റെ വിവാഹം അവിടെ നടന്നു. ഭഗവാൻ വിവാഹം കഴിച്ചു. സഹധർമ്മശ്ചര്യതാം എന്ന് മന്ത്രം ജപിച്ച് കൈപിടിച്ചു. അഗ്നികുണ്ഡത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. ഗുരുനാഥന്മാരെ നമസ്കരിച്ചു, അച്ഛനമ്മമാരെ നമസ്കരിച്ചു, സജ്ജനങ്ങളെ ബ്രാഹ്മണരെയൊക്കെ നമസ്കരിച്ച് നമ്മളെ അനുഗ്രഹിച്ചും കൊണ്ട് ആ രുക്മിണിയും കൃഷ്ണനും ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവരുടെ അനുഗ്രഹമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കഥയ്ക്ക് ആധ്യാത്മികമായിട്ടൊരു അർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഭക്തി എങ്ങനെ വേണം അതാണ്. ഒരു സാധകൻ എന്ത് ചെയ്യണം, അങ്ങനെയാണ് ഇവിടെ രുക്മിണിയെ അവതരിപ്പിക്കുന്നത്. ഒരു സാധകനായിട്ടാണ്, ഒരു ജീവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ കീർത്തനങ്ങളിലും കാണാം ജീവനാം വൈദർഭി എന്നാണ് പറയുക. വെറും വൈദർഭ്യമല്ല, ജീവൻ എന്നാണ്. വിദർഭ പറഞ്ഞ ദർഭമില്ലാത്ത സ്ഥലം എന്നാണ്. ദർഭ കർമ്മത്തിൻ്റെ പ്രതീക. കർമ്മങ്ങളൊക്കെ ഒടുങ്ങിയ സ്ഥലത്ത് ആണ്. കർമ്മങ്ങളൊക്കെ നന്നാലാണ് ഭഗവാനെ കിട്ടുക. അതാണ് താല്പര്യം. നമ്മളും രുക്മിണിമാർ തന്നെയാണ്. ജീവനെയാണ് ഇവിടെ രുക്മിണിയായിട്ട് പറഞ്ഞത്. ഭഗവാനെ കിട്ടണം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. സുഖമായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം. അതാണ് ഭഗവാനെ കിട്ടണം എന്നുള്ളത്. അതിന് തടസ്സമായിട്ടിരിക്കുന്നത് 5 ഏട്ടന്മാരാണ്. അതാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് 5 പേരാണ്. അതിലെ മൂത്ത ഏട്ടൻ രുക്മി. ആ മൂത്ത ഏട്ടനാണ് നേത്രം, കണ്ണ്. ഇതാണ് വളരെ ഭീകരൻ. ഇതാണ് അധികം പ്രശ്നം ഉണ്ടാക്കുന്നത്. കണ്ണടച്ചിരിക്കാനാണ് നമുക്ക് ഏറ്റവും പ്രയാസം, അല്ലേ? വായടച്ച് ഇത്ര നേരം ഇരുന്നല്ലോ. മൂക്കടച്ചും പിന്നെ ഇരിക്കുന്നുണ്ട്, വായക്കൂടെ ശ്വാസം വിടുക, അതൊക്കെ പറ്റും. കണ്ണടച്ചൊന്നിരിക്കും, ഉറങ്ങല്ലാണ്ട് ഒന്നിരിക്കും. കുറച്ച് 2 മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് പിന്നെയും അല്ലേ വേണ്ട, കണ്ണ് തുറന്നിരിക്കുക പറ്റില്ല. ഈ കണ്ണാണ് ഏറ്റവും അപകടക്കാരൻ. അതുകൊണ്ട് കഴിയുന്നത് എന്ത് ചെയ്യണം? കണ്ണ് സപ്താഹം കേൾക്കുമ്പോൾ കണ്ണ് തുറന്നിരുന്നോളൂ. എനിക്കിത് കേൾക്കുകയാണോ ഉറങ്ങുകയാണോ മനസ്സിലാവില്ല. അതാണ്. അത് കഴിഞ്ഞാൽ സപ്താഹമൊക്കെ കേട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? അങ്ങനെ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുക മതി. എത്രയും വേണ്ടോ, ഒന്നും ചെയ്യണ്ട. മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചോളൂ, ഒരു കുഴപ്പമില്ല. വേണ്ടാത്തതോ ചിന്തിച്ചോളൂ, കുഴപ്പമില്ല. എന്നാലും കണ്ണടച്ചിരുന്നാൽ മെല്ലെ എന്ത് ചെയ്യും? വേണ്ടാത്തത് നിൽക്കും എന്നാണ്. കുറച്ച് കഴിയുമ്പോൾ ചിന്ത വന്ന് കുറേ കഴിഞ്ഞാൽ അത് പോവും. അതാണ്. അതുകൊണ്ട് ഏറ്റവും ഭീകരനാരാ? രുക്മിയാണ്. നേതാവായതുകൊണ്ടാണ് കണ്ണിന് നേത്രം എന്ന് പേര്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കണ്ണാണ് ഭീകരൻ. പിന്നെ മൂക്കും നാക്കും ചെവിയും തൊക്കൊക്കെ അപകടക്കാരാണ്. എന്നാൽ അത്ര അപകടക്കാരല്ല. ആ 5 ഏട്ടന്മാരും കൊണ്ടുപോകുന്നത് എങ്ങട്ടാ? ശിശുപാലനിലേക്കാണ്. എന്താ ശിശുപാലൻ? പേരിൽ തന്നെയാണ് അർത്ഥം. ശിശുപാലത്വം എന്ന് പറഞ്ഞാൽ ശിശും പാലയതി ആണ്. കുട്ടികളെ നോക്കുക ആണ്, കുട്ടികളെ കളിപ്പിക്കുക, ഭാര്യ കുട്ടി, ഇത്ര തന്നെയുള്ളൂ. അതാണ് ജീവിതം. അതിലപ്പുറമില്ല. ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും മതി. അവരെ പോഷിപ്പിക്കാൻ എന്തും ചെയ്യും. ഈ ഒരു സ്വഭാവം. ഭൗതികമായിട്ടുള്ള നേട്ടം മാത്രമേ വേണ്ടൂ, ഈശ്വരനെ വേണമെന്നില്ല. ആ ഒരു ഭാവം ആണ്. ലോക സുഖങ്ങളിൽ, ലൗകികമായ വിഷയങ്ങളിൽ മാത്രം താല്പര്യം. അങ്ങനെയുള്ളവരാണെന്ത്? ശിശുപാലന്മാർ. അതിലേക്കാണ് ആര് കൊണ്ടുപോവുക? കണ്ണും മൂക്കും നാക്കും ചെവിയും തൊക്കും കൊണ്ടുപോവുക. പക്ഷെ രുക്മിണി എന്ത് ചെയ്തു? സജ്ജനങ്ങൾ പറയണത് കേട്ട്, ആരെപ്പറ്റി? ഭഗവാനെ പറ്റി പറയണത് കേട്ടെന്ന് പറഞ്ഞാൽ ഭാഗവതം കേട്ടിട്ട് ആണ്. ഈശ്വര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട്, ശ്രുത്വ ആണ്. ഭാഗവതം കേട്ടിട്ട് അല്ലെങ്കിൽ വേദം കേട്ടിട്ട് ഭഗവാനിൽ താല്പര്യം ഉണ്ടായി. മഹാത്മാക്കൾ പറഞ്ഞ കഥകൾ കേട്ടിട്ട് ഭഗവാനോട് താല്പര്യം ഉണ്ടായി. ഭഗവാനെ പറ്റി അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഭഗവാനെ കിട്ടണമെങ്കിൽ നല്ല ഗുരുനാഥൻ വേണ്ടേ? അതിനുവേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടു. അമ്പലത്തേക്ക് പോയി, ആശ്രമങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ ചെല്ലുക, തീർത്ഥാടനം, ഇതൊക്കെ വേണ്ടതാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പം നമുക്ക് പക്വത നേടിയാൽ ആരെ കിട്ടും? ബ്രാഹ്മണനെ കണ്ടു ആണ്. ആ ബ്രാഹ്മണനാണ് ആരെ? ഗുരുനാഥനെ കണ്ടു എന്നാണ് പറഞ്ഞത്. ആ ഗുരുനാഥൻ ആരെ കൊണ്ടെത്തിച്ചു? നേരിട്ട് ഭഗവാൻ വരാൻ പറ്റില്ല. ആര് വേണം? ഒരു മീഡിയേറ്റർ വേണം. അതാണ് ആ ബ്രാഹ്മണൻ, ഗുരുനാഥൻ. ആ ഗുരുനാഥൻ ഭഗവാനെ എത്തിച്ചു. അങ്ങനെ ആ രുക്മിണി, ആ ജീവൻ ആരിൽ ചേർന്നു? ബ്രഹ്മത്തിനോട് ലയിച്ചു ആണ്. ബ്രഹ്മമായി മാറി. ഇതാണ് വേണ്ടത്. നമ്മളുടെ ലക്ഷ്യം സ്വസ്ഥമായിട്ടിരിക്കുക എന്നാണ്. അതിന് തടസ്സം ഈ 5 ഇന്ദ്രിയങ്ങളാണ്. അതിനെ ജയിക്കാൻ ഭഗവാനെ ആശ്രയിക്കുക. ഈ തത്വാർത്ഥങ്ങൾ മനസ്സിലാക്കിയും കൊണ്ട് ഈ കഥ കേട്ടാൽ നമുക്കും ഇതേപോലെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ആ രുക്മിണി കൃഷ്ണന്മാരുടെ അനുഗ്രഹം നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.